മാസത്തിന് ശേഷം അങ്ങനെ നമ്മൾ കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒറ്റമൈൻഡിലുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാൻ വിളെടുത്ത് അപ്പോൾ ഇങ്ങനെ വിളിച്ച് എവിടെ എത്തി എന്താ വരാത്ത ഇവിടെ എല്ലാവരും എത്തി പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നേരെ ടി ടി ബി അവിടെ എത്തിയപ്പോൾ ആരും വന്നിട്ടില്ല. അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് വേഗം എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇവർ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവരൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വിട്ട് വിളെടുത്തു. ആസ് യൂഷ്വൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരാതി പറിച്ചില്ല ലേറ്റായി തിരിച്ച് നമ്മൾ ടൈം 4 മണിയാണ് പറഞ്ഞത്. ഇവന് പിന്നെ ക്ലാസ്സിലും ലേറ്റ് മീറ്റപ്പിലും ലേറ്റ്. പിന്നെ നമ്മൾ മൈൻഡ് ആക്കണില്ല അങ്ങനെ ഒരു ഇത്. 4 മണിക്ക് എത്തിയല്ലോ. ഞാൻ 4:10 ഇറങ്ങിയത്. 4 മണിക്ക് എവിടെയെന്ന് അറിയോ? ഇവിടെ വരെ കുറച്ച് ആർട്ടിഫിഷ്യൽ റെയിൻ ഇടിമിന്നലൊക്കെ സെറ്റപ്പ്. ഇടിമിന്നലൊക്കെ കോമഡിയാണ്. പക്ഷെ നമ്മൾ ആരും ഇതിനെ സപ്പോർട്ട് ഇല്ല. ബിക്കോസ് വി ആർ സോഷ്യൽ വർക്കേഴ്സ്. നമ്മൾ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കുന്ന ഇതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇറങ്ങി. അങ്ങനെ അങ്ങോട്ടും സിംഗിൾ എടുത്തു, ഡബിൾ എടുത്തു, ഗ്രൂപ്പ് എടുത്തു, എല്ലാം എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് ഫുഡ് വന്നു എന്ന് പറഞ്ഞേ ഓർമ്മയുള്ളൂ. അപ്പോൾ ആദ്യം പോയി കഴിഞ്ഞാൽ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക വിചാരിച്ച് ആദ്യം ഓടി. പക്ഷെ നമ്മളോടി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ അതിനാണ്. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഓടി. അങ്ങനെ നമ്മളെല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറേ നേരം ഞാൻ എയറിലായി. പിന്നെ ഞാനത് പാസ് ചെയ്തു. പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ കൂടുതൽ ഞാൻ തന്നെ ഇരുന്നു എയറിൽ. പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വർക്ക് പ്രഷർ പറയാൻ തുടങ്ങി. പിന്നെ ഇവർ രണ്ടാളും ഒപ്പം വർക്ക് ചെയ്യണ്. അങ്ങനെ ഓരോ രണ്ടാളും ഇവിടെ ഓരോ വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളിങ്ങനെ വർക്ക് ചെയ്യാത്തവരൊക്കെ അത് കേട്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ബില്ല് അടക്കണത് ഇങ്ങനൊരു സെറ്റപ്പിലൂടെ ആക്കുക വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഫോൺ വെച്ചിട്ട് ഫോൺ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മുവിൻ്റെ ഫോൺ എടുത്തു. പക്ഷെ ഉമ്മ നല്ല ബില്ലെടുത്ത് നമ്മൾ എല്ലാവരും പാടെ കൊടുത്തത് ജസ്റ്റ് ഫോർ ഫൺ അത്രേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പോകാൻ പറഞ്ഞു. അവരൊക്കെ ഇവിടെ ദൂരെയാണ്, ഇരുട്ടായല്ലോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ ബിസ്മിൽ പോയി. പഴയ ബിസ്മിയല്ല, അതായത് ബിസ്മിൻ്റെ അപ്പുറത്ത്. ഇപ്പോൾ പഴയ അപ്പുറത്തല്ല, കാരണം അവിടെ കുറേ സെറ്റപ്പ് അടിപൊളി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മൾ ജൂനിയർ സബ്സ്ക്രൈബറാണ്. കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന്. പിന്നെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് ആസ് യൂഷ്വൽ നിർബന്ധമാണ്. കാരണം അവിടെ കുറേ കടകളുണ്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മളെ ഒപ്പം വെച്ച സബ്സ്ക്രൈബേഴ്സാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണെന്നുള്ളൂ. അങ്ങനെ അവരൊക്കെ കണ്ടു. ഓരോ കൊണ്ടൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നു. ഞാൻ എടുത്ത സാധനത്തിന് അവിടെ തന്നെ വെച്ച് അങ്ങനെ നേരെ വീട്ടിൽ പോയി.